റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. കരിമ്പുഴയിലെ ഓവുപാല നിർമ്മാണം സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് അവസാനിച്ചു. എടക്കര ഭാഗങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചു. നിലമ്പൂർ നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് അവസാനിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിലമ്പൂർ തഹസിൽദാർ, നിലമ്പൂർ ജോയിന്റ് RTO, പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ, സ്വകാര്യ ബസ് ഉടമകൾ, നഗരസഭാ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. 10 ദിവസങ്ങൾ കൊണ്ട് കരിമ്പുഴയിലെ ഓവുപാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാമെന്ന് പൊതുമരാമത്ത് AE യോഗത്തിൽ ഉറപ്പു നൽകി. നിലമ്പൂർ ഭാഗത്തു നിന്നും കരിമ്പുഴ പാലം കടന്ന് എടക്കര ഭാഗങ്ങളിലേക്കുൾപ്പെടെയുള്ള വാഹനങ്ങൾ നിലവിൽ പോയതുപോലെ സർവീസ് നടത്തും. വഴിക്കടവ് ഭാഗത്തു നിന്നും വരുന്ന ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ എടക്കര പാലം വഴി മൂത്തേടം കരുളായി വഴി പോകേണ്ടതാണ്. തങ്ങൾ മിന്നൽ പണിമുടക്ക് നടത്തിയിട്ടില്ലെന്നും ബസ് ഉടമകൾ യോഗത്തിൽ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് മൂലം സർവീസ് നടത്തുക പ്രയാസകരമായ സാഹചര്യത്തിലാണ് ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചത്. സ്വകാര്യ ബസ്സുകൾക്ക് മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ പെർമിറ്റ് നൽകിയിട്ടുള്ളത്. റോഡിൽ ചെറിയ തടസ്സങ്ങൾ, സമരങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ അശാസ്ത്രീയമായി പോലീസ് ബസ്സുകൾ തിരിച്ചുവിടുന്നത് സമയക്രമം പാലിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഗതാഗതക്കുരുക്ക് മൂലം സ്വകാര്യ ബസ് ജീവനക്കാർ നേരിടുന്ന പ്രയാസങ്ങളും യോഗത്തിൽ ചർച്ചയായി. കരിമ്പുഴയിലെ ഓവുപാല നിർമ്മാണത്തിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് വേണ്ട രീതിയിൽ മുൻകരുതലുകൾ നടത്താതെ പോയതാണ് നിലമ്പൂരിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാവാൻ കാരണം. ആ സമയത്ത് എത്ര ഇല്ലെങ്കിൽ ആ സിസ്റ്ററിന്റെ ബന്ധുക്കളെ വിളിച്ചാണ് ബസ്സിലെത്തിയിട്ടില്ലല്ലോ. ഞങ്ങൾ ഏരിയയിൽ കുത്തിക്കൊള്ളിച്ചാൽ പോയാൽ ഫോട്ടോ എടുക്കുക, ഫൈനാണ്. ഇപ്പൊ കട്ടകാലത്തിന് ഞങ്ങൾ തട്ടി കൂട്ടിക്കൊള്ളി, അപ്പൊ ഞങ്ങൾ ലൈസൻസ് സസ്പെൻഡ് ആണ്. ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾക്കും കുടുംബങ്ങളും കുട്ടികളും ഇത് കറന്റ് പിന്നെ ലോണുണ്ട്, ഈ സംഗതികളുണ്ട്. ഈ ലൈസൻസ് ഒക്കെ 1 മാസം കട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ എന്ത് തൊഴിലെടുത്താ പോവാ അല്ലെ? ഇപ്പൊ ഒരു നിസ്സാര കാര്യമാണ്. ഇപ്പൊ ഈ ജനതപടിക്കൂടെ കയറേണ്ട അപ്പുറത്തേക്ക് പോകുന്നത്, അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബസ്സുകാർ നല്ല എല്ലാവരും ഉപയോഗിക്കും. ബസ്സുകാർ ഉപയോഗിച്ചാൽ ക്രിമിനൽ കുറ്റം, ലൈസൻസ് ഹസ്ബൻഡ് കിടക്കണം. അപ്പൊ ഞങ്ങള് ഈ ബസ്സിനെന്ന് പറഞ്ഞാല് 10 കാർ യാത്രക്കാരുണ്ട്, 20 ബൈക്ക് യാത്രക്കാരുണ്ട്. അത് ഓട്ടുമെന്ന് എണ്ണം കുറയാന്നില്ല സാറന്മാര് മനസ്സിലാക്കണം. ഇപ്പൊ ഈ പ്രൈവറ്റ് ബസ്സിലെ ഈ ജോലി ചെയ്താണ് ഞങ്ങൾ കുട്ടികളെ മക്കളി നോക്കാൻ തന്നെയാണ്. അല്ല ഞങ്ങൾ ബിൽഡിങ്ങും ഒന്ന് കയറ്റാനല്ല. ഞങ്ങളിപ്പോ ഈ റോഡ് ബ്ലോക്ക് ആയി നമ്മൾ സമയത്തിൽ എത്താൻ വേണ്ടിട്ട് വിടും, ബസ് വിടും. തട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ലൈസൻസും പോയി കുടുംബവും പോയി കുട്ടിച്ചോറായി അല്ലെ? പിന്നെ ഞങ്ങൾക്ക് ജീവിതമല്ല. ഇപ്പൊ ഈ ലൈസൻസ് കണ്ടുകൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ ജോലി. അപ്പൊ ആ ജോലി കണ്ടാണ് ജീവിതം സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെ ജീവിതം ഞങ്ങൾക്ക് കണ്ട സെറ്റ്. അപ്പൊ എത്രയോ തൊഴിലാളികൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടിലാണ്. ബസ്സിൽ ക്ലീനർ പണി എടുക്കും, അതിന്റെ പുറത്ത് കൂലിപ്പണിക്ക് പോകും. അപ്പൊ ഈ മേഖലയില് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കുറയാണ്. ഇതെന്ന് പറഞ്ഞാൽ സാധനം എല്ലാവർക്കും ഒരേ തിരുമ്പിയ ഒരു സാധനമാണ്. ഇത് നമ്മൾ വിചാരിച്ചിട്ട് കിട്ടൂല. ഈ സാധനം കൊണ്ടുവരുന്ന എക്സ്പീരിയൻസിലാണ്. ഇവ ഇഞ്ച് വണ്ടിയിൽ കാലങ്ങളായിട്ട് പോകാൻ ആളുണ്ട്. അത് ഇങ്ങനത്തെ സാധനങ്ങൾ കുറ്റപ്പെട്ടില്ല. സാറിന്റെ സ്ഥാനത്തിരിക്കുമ്പോ അങ്ങനത്തെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ അന്ന് തന്നെ എന്താണ് സാറ് മുഖാന്തരം ആ സംഗതി ഞങ്ങൾ സാറിന് തീർത്തുന്നു. അതൊന്നും ബസ് ഞങ്ങളെ അറിയിച്ചെത്താൻ പറ്റൂല. അതാക്കും ഇതാക്കും. താൽക്കാലികമായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അടുത്തേക്കാൾ വരിക. അപ്പൊ ഞങ്ങൾ അവിടെ ഡെപ്യൂട്ടിയും പോലീസുകാർ ഡെപ്യൂട്ടിയും ട്രാഫിക്കിനാളെ ഡ്രൈവേർട്ടിയും അതൊന്നും താൽക്കാലിക പരിഹാരം ആവുന്നുള്ളൂ, ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. അതിന് ചെയ്യാനുള്ള പറഞ്ഞ പോലെ അതിനെ വർക്ക് പെട്ടെന്ന് തീർക്കാന്നുള്ളതാണ്. താൽക്കാലികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അറിയിക്കണം. അതല്ലാതെ നാളെ ഇത് കീറുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാതെ 4 മാസം മുന്നേ ഞങ്ങൾക്ക് നോട്ടീസ് തന്ന് പിന്നെ ഇന്ന ഡേറ്റിന് കീറുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പോലീസിനെ നിർത്താൻ പറ്റുമോ, ഹോംഗാർഡ് നിർത്താൻ പറ്റുമോ? രണ്ടും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ വർക്ക് നടത്തുന്നുണ്ടെങ്കിൽ തലേന്ന് 2 ദിവസം മുന്നേ ഞങ്ങൾ അറിയിക്കണം. പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തിയിൽ നടത്തുന്ന മെല്ലെപ്പോക്കും ജനങ്ങളെ ഗതാഗതക്കുരുക്കിലേക്ക് വലിച്ചിഴക്കാൻ കാരണമായി. 10 ദിവസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാമെന്ന ഉറപ്പ് പാലിക്കുകയാണ് വേണ്ടത്. നിലമ്പൂർ KNG റോഡ് അന്തർ സംസ്ഥാന പാത കൂടിയായതിനാൽ പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന റോഡ് കൂടിയാണിത്. A+ വിഷൻ, നിലമ്പൂർ. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം.
റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.